വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താടിയും പൊട്ടും ടോക്സ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്താണെന്ന് വെച്ചാൽ മിഷേൽ ഷാജി വർഗീസിൻ്റെ തിരോധാനം, അതിന് ശേഷം ആത്മഹത്യ ചെയ്തു, കായലിൽ ഡെഡ് ബോഡി ഉന്തി. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് മാതാപിതാക്കളും മിഷേലിനെ അറിയുന്നവർ ആരോപിച്ചു. പക്ഷെ അത് ആത്മഹത്യ തന്നെയാണെന്ന് പോലീസുകാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് തെളിവുകൾ നിരത്തിയിട്ടും ഈ 7 വർഷമായിട്ടും മാതാപിതാക്കൾ ഈ ഒരു മിഷേൽ ഷാജി വർഗീസിൻ്റെ ഒരു മരണത്തിന് നീതി കിട്ടാൻ വേണ്ടി തങ്ങളുടെ മകൾ കൊല ചെയ്യപ്പെട്ടതാണ്, അതിന് സംശയാസ്പദമായിട്ടുള്ള ആളുകളെ പോലീസിന് നേരെ ചൂണ്ടിക്കൊടുത്തിട്ടും എന്തുകൊണ്ട് ശരിയായ രീതിയിൽ കേസ് പോകുന്നില്ല എന്നെല്ലാം ചർച്ചകളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് ഇപ്പോൾ കലൂർ സെൻറ് ആൻ്റണീസ് ചർച്ചിൻ്റെ ഉള്ളിൽ വെച്ച് മിഷേൽ ഷാജി വർഗീസിനെ കാണാതായ അതേ പള്ളിയുടെ ആ അങ്കണത്തിൽ വെച്ച് അവിടെ വെച്ച് മാതാപിതാക്കൾക്ക് സംശയം തോന്നിയിട്ടുള്ള ആ സ്ത്രീ, ഈ പറയുന്ന മിഷേൽ ഷാജിയുടെ മരണത്തിൻ്റെ പിന്നിൽ അന്ന് പ്രവർത്തിച്ച ആ സ്ത്രീയെ, അവർ സംശയത്തോടെ പറയുന്ന ആ സ്ത്രീയെ അവിടെ വെച്ച് കലൂർ ദേവാലയത്തിൽ വെച്ച് കാണുകയും നേരിട്ട് യാദൃച്ഛികമായി കാണുകയും അവിടെ പിന്നെ ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൻ്റെ മകൾ ജീവനോടെ അവസാന നിമിഷങ്ങളിൽ നടന്നതും പ്രാർത്ഥിച്ചതും അവളെ ജീവനോടെ ചിരിച്ചൊക്കെ കണ്ടത് ഈ കലൂർ ദേവാലയത്തിൻ്റെ മുന്നിൽ വെച്ചായിരുന്നത് കൊണ്ട്, അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് മകളുടെ മരണശേഷം ഈ മാതാപിതാക്കൾ വരുമായിരുന്നു. അത് മാത്രമല്ല, തങ്ങൾ സംശയിക്കുന്ന ഈ മരണത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് അവർ സംശയിക്കുന്ന ആ സ്ത്രീ ഇവിടെ വന്നിരുന്നതാണ്. അപ്പോൾ അവരും ഇടയ്ക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ കൂടി ഇവർ വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു വരവിൻ്റെ ഭാഗമായി അവിടെ എത്തിയപ്പോഴാണ് യാദൃശ്ചികമായി അവർ ആരോപിക്കപ്പെടുന്ന തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെ തൊട്ടു മുന്നിൽ കാണുകയും അതിനുശേഷം ആ സ്ത്രീ തങ്ങളെ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ പോലെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ, ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, സംസാരിക്കുക പോലും ചെയ്യാതെ, മൈൻഡ് ചെയ്യാതെ മാറി അവോയ്ഡ് ചെയ്ത് പോവുകയും ഉണ്ടായ സംഭവങ്ങളും ഈ മാതാപിതാക്കൾ പറയും. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിലൊന്ന് വരും. കാരണം ജീവനോടെ കുഞ്ഞ് നടന്ന ആ ഒരു സ്ഥലമാണല്ലോ. അവസാന ദൃശ്യങ്ങൾ ജീവനോടെ അവളുടെ മുഖം കണ്ട ആ ദൃശ്യങ്ങളെല്ലാം കിട്ടിയത് ആ പള്ളിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ അവിടെയുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പള്ളിയിൽ വരും. അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടി വൈകുന്നേരം 6 മണിക്ക് ഇവിടെ മാസുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ ഈ സ്ത്രീ പ്രത്യക്ഷപ്പെടുവാണ്. ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന്, അപ്പം ഞങ്ങളുടെ ആ വേദന ഒരുപക്ഷെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചതാണോ എന്നറിയത്തില്ല. പുണ്യാഴ്ച ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചതാണോ എന്നറിയില്ല. അത് കഴിഞ്ഞ് ആ സ്ത്രീ പള്ളിക്കകത്തോട്ട് കയറുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്ത് പോയി നിൽക്കുക, അവൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പപ്പ പുറകിൽ നിന്ന്. അപ്പം ഞാൻ ആ സ്ത്രീയുടെ ഇടതുവശത്ത് പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നിൽക്കുന്നു, ഞാനും ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ പരസ്പരം സമാധാനം കൊടുക്കാൻ അച്ഛൻ പറയുമ്പോൾ ഈ പുള്ളിക്കാരത്തി സമാധാനം തരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ മുഖത്തോട് മുഖം കണ്ടു. ശരിക്കും കണ്ടിട്ടും ഒരു മൈൻഡും ഇല്ല. ഈ സമാധാനം തരാൻ വേണ്ടി ഈ സ്ത്രീ ചേച്ചിയുടെ നേരെ തിരിഞ്ഞു ഞങ്ങൾ പരസ്പരം നോക്കി പക്ഷേ ഒരു മൈൻഡും ഇല്ല. പക്ഷെ അവൾ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആ സമാധാനമൊക്കെ കൊടുത്ത് കുർബാന കഴിഞ്ഞ് ഉടനെ ഒരു ചെറിയൊരു പയ്യൻ വന്ന് ഇവളോട് വർത്താനമൊക്കെ പറയുന്നു. ഇവളവിടെ നിന്ന് അപ്പോൾ അവളുടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ പോയി നിന്നു. എന്തെങ്കിലും ഉണ്ടോ എന്നാന്നറിയാം, അവളുടെ ഭാവവ്യത്യാസം കാണാൻ വേണ്ടി ഒരു 5-6 പ്രാവശ്യം എന്തായാലും ഉറപ്പാണ്. ഒരുപാട് പ്രാവശ്യം സമയമൊക്കെ നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്, ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ പള്ളിയുടെ അകത്ത് ഈ സ്ത്രീ കയറി പോകുന്നത് കണ്ട് ഇവരുടെ ഈ മിഷേലിൻ്റെ മാതാപിതാക്കൾ അവരെ പിന്തുടരുകയും പള്ളിയുടെ അകത്ത് ചെന്ന് അവരുടെ അടുത്ത് തന്നെ നിൽക്കുകയും അവരുടെ ആ ഒരു ബിഹേവിങ് എങ്ങനെയാണ് മകളുടെ മരണശേഷം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വന്ന് നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ ക്രിസ്ത്യൻസിനറിയാം, ഈ സമാധാനം കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് മുഖത്തോട് മുഖം അവർ കണ്ടിട്ട് പോലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ മുഖം ഭാവമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും പള്ളിയിൽ നിന്ന് അവർ
ഇറങ്ങി പോവായിരുന്നു. വേറൊരു പയ്യനായിട്ട് സംസാരിച്ച് നിൽക്കുന്നു അവിടെ. അപ്പോഴും അവരുടെ അടുത്ത് പോയി നിന്നിട്ട് പോലും ഈ പറഞ്ഞ പോലെ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരു പരിചയഭാവം പോലും കാണിക്കുന്നില്ല. ഇവർ ഓൾറെഡി നേരത്തെ ഒരുപാട് തവണ നേരിട്ട് കണ്ട് പരിചയമുണ്ട്, ഫോണിലൂടെ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. ഈ മകളുമായി ഒരു കൂട്ടുണ്ടായതിന് ശേഷം അത്രയും കണക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടും ആണ് ഈ മകളുടെ മരണത്തിന് ശേഷം ഈ സ്ത്രീ ഇവരുടെ അടുത്ത് അപരിചിതരെ പോലെ പെരുമാറുകയും ഇവരെ അവോയ്ഡ് ചെയ്യും. ഇതൊക്കെയായിരുന്നു ഇവരുടെ സംശയങ്ങൾ ആദ്യം. അതവർ നേരെ പോലീസിനും CBIക്കും എല്ലാവരും ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസൊന്നും അതൊരു മുഖവിലക്കെടുക്കാതെ അത് ഒരു ആത്മഹത്യയാണെന്ന് തന്നെ വരുത്തി തീർക്കുന്ന ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ത്രീ അവർ വാച്ച് നന്നായി ചെയ്തായിരുന്നു. വാച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ സ്ത്രീ ഒരു രീതിയിലും ഭാവഭേദമില്ലാതെ ഒരു പരിചയമില്ലാത്ത പോലെ തന്നെയായിരുന്നു ബിഹേവിങ്. ഒരു പരിഭ്രമം കാര്യങ്ങളും ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്നു. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ സ്ത്രീ നേരെ കയറിപ്പോയത് അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. അത് ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവർ റെസ്റ്റോറൻറ്റിൽ ഈ മിഷേൽ ഷാജിയുടെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ അതിൻ്റെ ഡെഡ് ബോഡിയുടെ അകത്ത് ക്യാരറ്റിൻ്റെയും കറിവേപ്പിലയുടെയും ഡൈജസ്റ്റ് ആവാത്ത അംശങ്ങൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായതിനെ തുടർന്ന് ആ ക്യാരറ്റ് ഉള്ള മസാല ദോശ അവിടെ പള്ളിയുടെ അടുത്തുള്ള കടകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ കയറിയത്. അങ്ങനെ കയറിയപ്പോൾ അവർ കയറി കഴിഞ്ഞ് വാഷ് ഏരിയയിൽ പോയി വാഷ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ അവിടെ അപ്പോഴും ഈ സ്ത്രീ ഒരു ആളുടെ കൂടെ, കുറച്ച് പ്രായമുള്ള ഒരാളുടെ കൂടെ ഇരിക്കുന്നു. നേരത്തെ പള്ളിയിൽ ഒരു പ്രായം കുറഞ്ഞൊരു ചെക്കൻ്റെ കൂടെ വർത്താനം പറയുന്നത് കണ്ടായിരുന്നു. ഇപ്പോൾ വേറൊരു കുറച്ച് അത്യാവശ്യം ഒരു വലിയൊരാളുടെ കൂടെ ഈ സ്ത്രീ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് പിന്നെയും ഡൗട്ടായത്. കാരണം മിഷേൽ ഷാജി അന്ന് മരിക്കുന്ന അന്ന് വയറ്റിൽ ഈ കായലിൽ ഡെഡ് ബോഡി പൊന്തി ആത്മഹത്യ ചെയ്തു കായലിൽ പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഈ മിഷേൽ ഷാജിയുടെ വയറ്റിൽ ഉണ്ടായിരുന്നില്ല. അതായത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് കായലിൽ ചാടി മരിച്ചതല്ലാന്ന്. പിന്നെ ഇതിനെ കയ്യിലെല്ലാം നന്നായി അമർത്തി പിടിച്ച വലിച്ച് ഒരു പിടിവലി നടന്നതിൻ്റെ മർദ്ദനങ്ങളും ഒരു കാതിലെ കമ്മൽ വലിച്ച് പൊട്ടിയ രീതിയിൽ മിസ്സിങ് ആയ പോലെയുള്ള ഒരു ഇതുകളും കാര്യങ്ങളും. ഇത് ഒരു കൊലപാതകമാണ്, ആത്മഹത്യയല്ല. നല്ലൊരു വേറെ ആളുകളുടെ ഒരു മർദ്ദനം പിടിവലിയും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്നും അത് കൊന്നിട്ടതാണെന്നും എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഇതെല്ലാം ഈ മാതാപിതാക്കളും മിഷേലിനെ അറിയുന്നവരെല്ലാം ഈ പോലീസിൽ അറിയിച്ചിട്ടും അവർക്ക് ഇതൊരു കൊലപാതകമാക്കാനുള്ള ധൃതിയായിരുന്നു. 7 വർഷത്തിന് ശേഷം ഈ മാതാപിതാക്കൾ അവരുടെ മകളാണ് മരിച്ചത്, ഇതിന് തൻ്റെ മകളുടെ മരണത്തിന് നീതി കിട്ടാൻ വേണ്ടി കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഈ സ്ത്രീ എപ്പോഴെങ്കിലും ഇവിടെ വരൂ, എന്തെങ്കിലും ഒരു വിവരം കിട്ടുമോ എന്നൊക്കെ അറിയാനും തൻ്റെ മകളുടെ അവസാന നിമിഷങ്ങൾ പങ്കിട്ട സ്ഥലമായതുകൊണ്ടും അവിടെ എപ്പോഴും വരുന്നത് കൊണ്ടും ഇവരവിടെ എത്തിയത് അന്ന് യാദൃശ്ചികമായി. അപ്പോഴാണ് ഈ സ്ത്രീയെ നേരിട്ട് കാണുകയും ഇതുപോലെ മസാല ദോശ കഴിക്കാൻ മറ്റൊരാളായിട്ട് അവിടെ കയറുകയും ചെയ്തിരുന്നത്. ഇതിനു മുന്നേ ഈ സ്ത്രീക്കൊപ്പം അപ്പോൾ അന്ന് മരിച്ചന്ന് അവിടെ കയറി മസാല ദോശ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവാം. ഈ പരിചയമുള്ള ഒരാളെ കണ്ടത് ഒരു ഭാവമാണ് ആ ഒരു CCTVയിൽ ലാസ്റ്റ് കാണുന്നതെന്ന് ഇവരെന്തായാലും പറയുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളും ഈ മിഷേൽ മരിക്കുന്ന അന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ഈ പള്ളിയിൽ പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ചാപ്പലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ആ ഒരു ട്രാഫിക് വരെ മിഷേലുണ്ട്. അവിടെ വെച്ച് ആരെയോ കാറിൽ കയറി അവർക്കൊപ്പം പരിചയമുള്ള ഒരാളെ കണ്ട ഒരിതും അതിലുണ്ട്. ആ കാറിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ മിസ്സായത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു CCTVയിലും മിഷേലില്ല. അതാണ് ഇവർക്കും അറിയേണ്ടതായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കല്ലൂർ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നിരുന്നതും. അപ്പോൾ അന്തോണിസ് പുണ്യാളൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം അവിടെ വെച്ച് ഈ സ്ത്രീയെ കണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട് കൂടി. തന്നെ ഇതിനു മുന്നേ ഒരുപാട് തവണ കണ്ടിട്ടും പരിചയമുള്ള ഒരുപാട് സംസാരിച്ചിട്ടും മകളുടെ മരണശേഷം ഇത്ര അടുത്ത് കണ്ടിട്ട് പോലും ഒരു വാക്കും മിണ്ടിയോ ചിരിക്കുകയോ ഒന്നുമില്ലാതെ ഒരു അപരിചിതരെ പോലെ പെരുമാറുന്നതിൽ അവർക്കൊരു സംശയം തോന്നി. വീഡിയോ മോളുടെ വയറ്റിൽ ഡൈജസ്റ്റ് ആകാണ്ട് ക്യാരറ്റ്, അതുപോലെ കരിവേപ്പില, പച്ചമുളക് ഇതിൻ്റെ അംശം ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം അന്നേ ദിവസം ഹോസ്റ്റലിൽ അങ്ങനെയുള്ള യാതൊരു ഭക്ഷണങ്ങളും ക്യാരറ്റ് ചേർന്ന യാതൊരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല.
അപ്പം എവിടുന്നെങ്കിലും ഒരു ഫുഡ് അകത്ത് ചെല്ലണമല്ലോ. അപ്പോൾ ഇവിടുത്തെ മസാല ദോശയ്ക്കകത്ത് ക്യാരറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശ വാങ്ങി കഴിക്കാനായിട്ട് കയറി. കഴിഞ്ഞ് അവിടുന്ന് ആ പുള്ളിക്കാരന് ഞങ്ങളും തൊട്ട് പുറകെ ഇറങ്ങി ഹൈ സ്പീഡിൽ ഇങ്ങ് വന്നിട്ട് പാർക്കിംഗ് ഏരിയയിൽ വന്ന് സ്കൂട്ടിയുണ്ട്, സ്കൂട്ടിയിൽ കയറി അങ്ങ് പോയി. അല്ലല്ല, അപ്പോൾ ആ പുള്ളിക്കാരത്തി തനിച്ചേ ഉള്ളൂ, പുള്ളിക്കാരത്തിയുടെ സ്വന്തം സ്കൂട്ടിയിലാണ്. അന്ന് കഴിഞ്ഞ് അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ മസാല ദോശ കഴിക്കാം, ക്യാരറ്റ് ഉണ്ടോ എന്ന് അറിയാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നു. അങ്ങനെ വന്ന് റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴാണ് അവിടെ ആ സ്ത്രീയെ കാണുന്നത്. അതൊരു കുഞ്ഞു പയ്യനായിരുന്നു, ഇതൊരു വലിയൊരു ചെറുപ്പക്കാരൻ. എന്നിട്ട് ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുത്തു, ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഫോട്ടോ എടുത്തു. കാരണം ക്രൈംബ്രാഞ്ചിന് നമുക്ക് ഡൗട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇവരുടെ അടുത്ത് കൊണ്ടുപോയി ഇന്ന പോലത്തെ ആ സ്ത്രീയെ ഇന്ന രീതിയിലെല്ലാം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ നേരെ, അതായത് നമ്മുടെ കുഞ്ഞിനെ ഒരു ഡൗട്ട് തോന്നുന്ന ഒരു പ്രതി എന്ന് തോന്നിക്കുന്ന, നമുക്ക് സംശയമുള്ള ആ സ്ത്രീയുടെ ഇത് പിക്ചർ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണി. ഫോട്ടോ അവരുടെ അനുവാദം കൂടാതെ. അപ്പം അങ്ങനെ ഒരു കള്ളൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്? നമുക്ക് സംശയം എന്ന് തോന്നുന്ന ഒരാളുടെ ഫോട്ടോ എടുത്ത് നമ്മൾ വെളിയിൽ മാധ്യമങ്ങളിൽ വിട്ടില്ല, നേരെ നമ്മളിത് നമ്മുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്താണ് കൊണ്ടുപോയി കാണിച്ചത്. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്ത്രീ ഒരു പയ്യനായിട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോവുകയും പിന്നീട് ഇവർ ഈ മകളുടെ വയറ്റിലെ ഈ ക്യാരറ്റ് ഉള്ള ഒരു കണ്ടത് കൊണ്ട് മസാല ദോശ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് അവിടെ അടുത്തുള്ളതെല്ലാം ചെക്ക് ചെയ്യാൻ കയറിയപ്പോഴാണ് വീണ്ടും വേറൊരാളുടെ കൂടെ ഈ സ്ത്രീയെ പിന്നെയും കാണുകയും അവിടെ വെച്ച് അവർ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇത്രയും ആ കിട്ടിയ തെളിവ് തൻ്റെ മകളുടെ ജീവന് നീതി കിട്ടാൻ വേണ്ടി ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്കും CBIക്കും ഒക്കെ കൊടുത്തപ്പോൾ അവർ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തതിന് ഇവർക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവരുടെ മകളെ മരിച്ചിരിക്കുന്ന, കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന, ഇവർക്ക് സംശയമുള്ളൊരു സ്ത്രീയാണ്. അപ്പം ആ സ്ത്രീയെ വീണ്ടും സംശയാസ്പദമായ സാഹചര്യത്തിലാണ് കണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ സംസാരിക്കുകയും പരിചയവും എല്ലാം ഉള്ള ആളുകൾ, ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിരിക്കും. ആ ചിരിയിൽ പല അർത്ഥം ഉണ്ടാവെങ്കിലും ചിരിക്കും. നമുക്ക് എവിടെയോ പരിചയമുണ്ട്, ഒറ്റ തവണ പരിചയപ്പെട്ടവരെ പോലും നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ചിരിക്കും, നമുക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. അപ്പം ഇവരെ അടുത്ത് തൊട്ടടുത്ത് വന്ന് സമാധാനം കൊടുക്കുമ്പോൾ പോലും ചിരിക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് വർത്താനം പറഞ്ഞ് വേറൊരു പയ്യൻ്റെ കൂടെ നിൽക്കുമ്പോഴും ചിരിക്കുന്നില്ല. റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടും ഇതുപോലെ തന്നെ അപരിചിതരെ പോലെ അവർ കളിച്ചും ചിരിച്ചും ഒരാളുടെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തത് അത് തെളിവായി കൊടുത്തപ്പോഴും ഈ പോലീസുകാർ അവരോട് ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമാണ്. അവരുടെ അടുത്ത് അവർക്ക് നേരെ കേസെടുക്കും, അതായത് അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് തരുന്ന അവരുടെ മകളെ കൊലപാതകത്തിന് പിന്നിൽ സംശയിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഫോട്ടോ എടുത്ത് അതവർ നേരെ മീഡിയയിൽ വിടുന്നല്ല ചെയ്തത്, അല്ലെങ്കിൽ അവിടെ പോയി അവരെ അടിക്കുക പിടിക്കുകയോ അങ്ങനെയൊന്നല്ല ചെയ്തത്. കേസ് അന്വേഷിക്കുന്നവരെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസുകാർ ഇവരോട് അങ്ങനെയൊന്നും അല്ല, അവൾ ആത്മഹത്യ ചെയ്തതാണ്, ഈ സ്ത്രീയുടെ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് പറയണേന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവരെ അടച്ചു പൂട്ടി ഇത്രയും കാലം ഈ കേസ് ആത്മഹത്യയ്ക്ക് മാറ്റിയ അതുപോലെ തന്നെ ഇരുത്താനുള്ള പരിപാടിയാണ്. അല്ലാതെ ഈ കേസിൻ്റെ ഒരു വഴിത്തിരിവായി ഒരു വലിയൊരു തെളിവ് കിട്ടി ആ വഴിക്ക് ആ സ്ത്രീയെ ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യാം. ആ സ്ത്രീക്കൊപ്പം ഉണ്ടായ പുരുഷൻ ആരാണ്, നേരത്തെ സ്ത്രീക്കൊപ്പം ഉണ്ടായ ആ പയ്യൻ ആരാണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പോലീസുകാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇവരോട് ആ വഴിക്ക് പോകണ്ടെന്നും അങ്ങനത്തെ രീതിക്ക് നിൽക്കണ്ടെന്നുള്ള രീതിയിലാണ് മാതാപിതാക്കളോട് പെരുമാറിയത്. ഈ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം ചോര, സ്വന്തം മകളെയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മകളെയാണ്. മിഷേൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ വീഡിയോയിൽ. കാരണം അവരെ അറിയുന്ന ആരും പറയില്ല, ഒരു കാരണമില്ലാണ്ട് ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ. പള്ളിയിൽ നിന്ന് അന്നും ആ ലാസ്റ്റ് നിമിഷം പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ വളരെ പോസിറ്റീവ് മുഖം ഫേസ് ആയിട്ടാണ് അവരിറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് അവർ നടന്നു പോയി, അവർക്ക് പരിചയമുള്ള ആരെയോ കണ്ടു. അവിടെ ആ സ്ഥലത്ത് അവർക്ക് പരിചയമുള്ളത് ഈ ഒരു സ്ത്രീയാണെന്ന് ഈ മരിച്ച സമയത്ത് തന്നെ പോലീസിന്റെ കേസ് നടക്കുമ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അന്നും അവർ ഈ പോലീസും CBIയും ഈ സ്ത്രീക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഇത്രയും തെളിവ് കൊടുത്തിട്ടും ഒന്നും പറഞ്ഞില്ല. ഈ സ്ത്രീയെ പരിചയപ്പെടുന്നത് മിഷേൽ എറണാകുളത്തെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏത് ഹോസ്റ്റലിൽ നിൽക്കും എന്നുള്ള ഒരു ടെൻഷൻ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു.
എല്ലാവരും അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മിഷേലിന് പരിചയമുള്ള ഈ സ്ത്രീ ആയി കുറച്ച് ഒരു അടുപ്പുണ്ടായിരുന്നു, ഒരു പരിചയം ഉണ്ടായിരുന്നു, അടുപ്പുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരിയുടെ പോലെയായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, നീ വേറെ ഹോസ്റ്റലിൽ നോക്കണം, എന്തിനാണ്, എനിക്കൊപ്പം നിൽക്കാലോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ ഒപ്പമാണ്, ആ ഹോസ്റ്റലിലാണ് മിഷേലിനെ ആ സ്ത്രീ നിർബന്ധിച്ച് കൊണ്ടുപോയി താമസിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് വീട്ടുകാർക്കും ആ സ്ത്രീയെ പരിചയം, പലപ്പോഴും അവരെ കാണുകയും ഫോണിൽ കൂടെ സംസാരിക്കും, നേരിട്ട് സംസാരിക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ മിഷേലിൻ്റെ മരണം കഴിഞ്ഞിട്ട് വീട്ടുകാർക്ക് അന്നേ സംശയിക്കാൻ, ഈ സ്ത്രീയെ സംശയിക്കാനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഷേലിൻ്റെ മരണത്തിൻ്റെ സമയത്ത്, മിഷേലിനെ കാണാതായ സമയത്ത് ഇവർ പിന്നീട് മരണശേഷം അന്വേഷിച്ചപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് ഈ സ്ത്രീ 4-ാം തീയതി ലീവായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിഷേൽ മരിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 8-ാം തീയതി ഇപ്പോൾ അവർ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതൊക്കെ ഏതൊരു സാധാരണക്കാർക്കും ഈ സ്ത്രീയുടെ നേരെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതും ഈ മാതാപിതാക്കൾക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടായി. അതുപോലെ ആ മിഷേലിനെ കാണാതായ ദിവസവും ആ മരണം നടന്ന ദിവസമൊക്കെ ആ സമയത്ത് ഈ മൊബൈൽ ടവർ അവരുടെ മൊബൈലിൽ അവരുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് കലൂര്, ആ പള്ളിയുടെ അല്ലെങ്കിൽ കലൂര് അവിടെ പ്രദേശത്ത് ഉണ്ടായിരുന്നോ എന്ന് നോക്കാൻ ഈ വീട്ടുകാർ പറഞ്ഞിരുന്നു. ഇതൊന്നും വീട്ടുകാർ പറയാതെ തന്നെ പോലീസുകാർക്ക് നോക്കേണ്ടെങ്കിൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കുറച്ചൊരു ആരോപണം വരുമ്പോൾ പോലീസുകാരുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും അവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ചെയ്യാൻ മാതാപിതാക്കൾ പറഞ്ഞിട്ട് പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയായിരുന്നു, ടവറും നോക്കിയായിരുന്നു ആ സ്ത്രീയുടെ എന്ന് നമ്മൾ ഈ പറയുന്നവരെ കളിയാക്കുന്ന രീതിയിൽ അവർ തമ്മിൽ പരസ്പരം പറയുകയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതിൽ നിന്ന് ഈ കേസ് നേരായ വിധത്തിൽ ഈ പോലീസുകാർ കൊണ്ടുപോയി അന്വേഷിച്ച് ഈ മിഷേലിൻ്റെ മരണത്തിന് ആത്മഹത്യയല്ല കൊലപാതകമാണ്, അതിന് തീർച്ചയായിട്ടും ഈ സ്ത്രീക്ക് പങ്കുണ്ട് എന്നൊന്നും തെളിയിക്കാനോ അല്ലെങ്കിൽ ഈ കേസ് നല്ല രീതിയിൽ തെളിയിച്ച് മിഷേലിൻ്റെ മരണത്തിന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് നീതി മേടിച്ചു കൊടുക്കാനോ ഒന്നും ഈ പോലീസിൻ്റെ CBIയുടെ സൈഡിൽ നിന്നൊന്നും ഒരു ഭാവം ഇതുവരെ ഇല്ല. ഇത് നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാം. ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നമുക്കും അവസ്ഥ. ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് കഴിഞ്ഞാലും അത് ആത്മഹത്യയാണെന്ന് സിമ്പിളായിട്ട്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പറഞ്ഞ് പോലീസുകാർക്ക് കുറച്ച് കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറാം. പക്ഷെ എല്ലാ തരത്തിലുള്ള തെളിവ് പോലെ ശേഖരിച്ച് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ അവർക്കെതിരെ വരാനുള്ള ആളുകളെല്ലാം നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞ് വെക്കണം. ഇതിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അച്ഛനമ്മ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് കയറി ഇറങ്ങാണ് മകളുടെ ജീവൻ നീതി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ജീവൻ എടുത്തവരുടെ അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് പോയി അവർ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലേലും ഇവർക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. പട്ടിയോ പൂച്ചോ ചത്താൽ പോലും നമുക്ക് സഹിക്കില്ലെങ്കിൽ മനുഷ്യരാണ്, അവരുടെ ജീവനായ അവരുടെ പൊന്നോമന മകളാണ് പോയത്, അതും കൊല ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് ആത്മഹത്യയായിട്ട് അത് പറഞ്ഞു നിർത്തിയിരിക്കുന്നു. തക്കതായ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പോലും. അത് ശരിയാണോ ഗൈസ്? ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമവും. മിഷേലിൻ്റെ ഫാദറും സംസാരിക്കുന്നുണ്ട്. മോള് അന്ന് ഇവിടുന്ന് പള്ളിയുടെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് ഈ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് ഒരടി പോലും ഫ്രണ്ടിലേക്ക് പോയിട്ടില്ല. കാരണം ഞങ്ങള് പാർക്കിംഗ് ഏരിയയുടെ തൊട്ടപ്പുറേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള 2 ഹോട്ടലുകളുടെയും CCTV ഞങ്ങൾ എടുത്തിരുന്നു. വൈകുന്നേരം 5 തൊട്ട് രാത്രി 8 വരെ എടുത്തു. ഈ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് കൊച്ചു ഒരു അടി പോലും മുമ്പോട്ട് പോയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയായിരുന്നു എങ്കിൽ ആ ക്യാമറയിൽ പറഞ്ഞേനെ. ഇവിടെ CCTV അപ്രത്യക്ഷമായിട്ട് നേരെ പാർക്കിംഗ് ഏരിയ വരെ വന്നിട്ടുള്ളൂ. 50 മീറ്ററോളം 2 സൈഡിലെയും CCTV ഫുട്ടേജ് ഞങ്ങൾ മുഴുവനായും വൈകുന്നേരം 5 തൊട്ട് രാത്രി 8 വരെ എടുത്ത് ശേഖരിച്ചാണ്. അപ്പൊ അതിനകത്ത് ഈ 2 സൈഡിലൂടെ മോള് എപ്പോഴെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പൊ ഈ പാർക്കിംഗ് ഏരിയ വിട്ട് ഈ മോള് പോയിട്ടേ ഇല്ല ഇവിടുന്ന്. അത് കൃത്യമായിട്ട് ഞങ്ങൾ സ്ഥിരീകരിച്ചാണ്. അപ്പൊ പോലീസ് അന്വേഷിക്കേണ്ട ഭാഗങ്ങൾ ഏറ്റവും ആദ്യം മുതലേ ഞങ്ങൾ അന്വേഷിച്ച് ഈ കേസ് എങ്ങനെയാണ് പോയേക്കണതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇവിടുത്തെ ഒരു CC ക്യാമറയിലും പറഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഈ പാർക്കിങ്ങിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടി മിസ്സായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പാർക്കിങ്ങിൽ നിന്ന് തന്നെയാണ് മിസ്സായേക്കണം. ഞങ്ങൾ ഇവിടെ വന്ന് കാർ നിർത്തി
ഞാൻ ആദ്യം ഇഞ്ഞ് ഇറങ്ങി. അപ്പോൾ അവര് വണ്ടി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ഞാൻ എന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞു. പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. പിന്നെ അകത്തേക്ക് കയറി വരാനും ഞങ്ങൾ ഒരു പ്രതീക്ഷയുമില്ല. അപ്പൊ ഞാൻ വന്നപ്പോഴത്തേനും ഈ സ്ത്രീ കൊണ്ടുവന്ന് ഈ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്യും, ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യും. വൈഫിനോട് പറഞ്ഞു പെട്ടെന്ന് അതേ നമ്മൾ ഉദ്ദേശിച്ച ആ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട്, അവളുടെ പുറകെ തന്നെ നീ അങ്ങ് പുറത്തേക്ക് പള്ളിയിലേക്ക് പൊക്കും. അവരെന്താ ചെയ്യണേ, അവര് കണ്ടാൽ അറിയുമോ, നമ്മളെ ശ്രദ്ധിക്കുമോ, അതറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഒരു പ്രതീക്ഷയുമില്ല. അന്ന് മോള് ഞായറാഴ്ചയാണല്ലോ ഇവിടെ പള്ളി വന്നത്. അപ്പൊ ഞങ്ങൾ പല ദിവസങ്ങളിലും അങ്ങനെ ഈവനിങ് ടൈമിൽ ഇവിടെ ഒന്ന് വരാറുണ്ട്. ഞാൻ പെട്ടെന്ന് ആ സ്ത്രീയുടെ പുറകെ ഇവിടെ നിന്ന് ഇറങ്ങി ആ പുറകെ തന്നെ ഫോളോ ചെയ്ത് പള്ളിയുടെ അകത്തോട്ട് കയറുവാണ്. പള്ളിയുടെ അകത്ത് പോയി ആ സ്ത്രീയുടെ അടുത്ത് തന്നെ പോയി നിൽക്കുന്നു. ഈ സ്ത്രീ അങ്ങനെ ഇല്ല, അവര് ഞങ്ങളെയും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവര് ഞങ്ങളെ കണ്ടിട്ടേ ഇല്ല. അതിനു മുമ്പ് എപ്പോ കാണുമ്പോഴും ചിരിച്ചോണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സ്ത്രീ ആ സമയം മുതൽ പിന്നെ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ കണ്ടതാ ഭാവം കാണിക്കുന്നില്ല. ഭാവ വ്യത്യാസത്തോടു കൂടി മാറി മാറി പോവാണ്. ഞങ്ങളെ അവര് കാണുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പിലേക്കോ ഞങ്ങളെ ഫേസ് ചെയ്യാനോ അവര് വരുന്നില്ല. കാരണം അവരുടെ മനസ്സ് നമുക്ക് ആ സ്ത്രീയെ സംശയം തോന്നിയത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് പോയപ്പോഴാണ് മോളുടെ കാണാതായ 5-ാം തീയതിക്ക് തലേ ദിവസം 4-ാം തീയതി ഹോസ്റ്റലിൽ നിന്ന് ആ പുള്ളിക്കാരത്തി ലീവായി വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് ലീവ് എടുത്തിരിക്കുന്നു. 8-ാം തീയതി തിരിച്ചു ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് നല്ല സംശയം തോന്നും. പിന്നീട് ഞങ്ങളെ കണ്ടെന്നാൽ അപരിചിതയെ പോലെ പെരുമാറുന്നു. അപ്പൊ എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അത്രേ ഉള്ളൂ ഞങ്ങളുടെ അതിൻ്റെ അത്. അപ്പൊ അത് സത്യമാണോ എന്നാന്നത് കണ്ടുപിടിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ. അവരുടെ അടുത്ത് പല പ്രാവശ്യം, അതായത് പോലീസ് അന്വേഷിച്ചപ്പോൾ തൊട്ട് പറഞ്ഞു, ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ പറഞ്ഞു, ഓരോരുത്തരും മാറി മാറി വരുമ്പോൾ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ കാര്യം. അന്നേ ദിവസം 5-ാം തീയതി ആ സ്ത്രീയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഒന്ന് നോക്കണം, ഈ കലൂർ എവിടെയെങ്കിലും ഉണ്ടോ എന്നാന്നുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവർ ഇന്നേ വരെ അതിനെക്കുറിച്ച് കേൾക്കുവാട്ടെ ചിന്തിക്കുവാട്ടെ. ഓരോരുത്തരോട് പറയുമ്പോൾ നോക്കിയില്ലെന്നാണ് തോന്നുന്നത്. നമ്മളെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള സംസാരം, ഇതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഒരു ജീവനാ പോയിരിക്കുന്നത്. അപ്പൊ അതാണ് ചെന്നിവരുടെ അടുത്ത് ഞങ്ങൾ പറയണത്. ഇത് ഞങ്ങളുടെ സ്വന്തം ജീവൻ, ഞങ്ങളുടെ ജീവനായ ഞങ്ങളുടെ മോളാണ് നഷ്ടപ്പെട്ടത്. അതവർക്കൊന്ന് ഫീല് ചെയ്യാത്ത എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്കും കുഞ്ഞുങ്ങളില്ലേ? കുഞ്ഞുങ്ങളുള്ള ഏതെങ്കിലും ഒരു തന്തയ്ക്ക് ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഹൃദയമാണ് ഞങ്ങളിൽ നിന്നും പിഴുതെടുത്തു കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഞങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഓരോ ഇതിലും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്ങുനിന്നും ഞങ്ങൾക്കൊരു നീതി ലഭിക്കുന്നില്ല. നാളെ നിങ്ങളും ഞങ്ങളെപ്പോലെ ഒരാളായി തീരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഞങ്ങൾക്കുണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്കിങ്ങനെ മനസ്സിന് ഭയങ്കര പ്രയാസം തോന്നുമ്പോൾ ഞങ്ങൾ ഈ ദേവാലയത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ആ സ്ത്രീയെ ഞങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ആ സ്ത്രീയുടെ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത ആ സ്ത്രീയുടെ മുഖം കാണുന്നതിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് തേടിയാണ് ഞങ്ങൾ ഈ ദേവാലയത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കുഞ്ഞു ജീവനോടെ നടന്ന ആ സ്ഥലങ്ങളിലൂടെ നടന്ന് കുഞ്ഞിൻ്റെ ശ്വാസം വിടുന്നതും ഇതുമെല്ലാം ആ ചിരിച്ച് ഇറങ്ങി വരുന്നതും പ്രാർത്ഥിക്കുന്നതും ആ രൂപങ്ങളിൽ തൊട്ട് ഉമ്മ കൊടുത്തു പോകുന്നതുമായ ഇതെല്ലാം അവിടെ വെച്ച് അങ്ങ് ഓർമ്മ വരും. പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. എന്തായാലും ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവാലയത്തിൽ ഈ പുണ്യവാളിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു വഴി, അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ആ ജസ്ന പോയി അറിയാണ്ട് അലയുന്ന ഒരു കുടുംബത്തെ പോലെ ഞങ്ങളും അലയേണ്ടതല്ലേ? ഇനിയും ഒരു മിഷേൽ ഉണ്ടാവരുത്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് സത്യം അറിയണം. അതാണ് ഞങ്ങളുടെ ഇത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന, ഞങ്ങൾ വളരെ ആഗ്രഹിച്ചുണ്ടായ ഒരു കുഞ്ഞാണ്. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞെന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. അത് ആദ്യം തന്നെ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകി. ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വളർത്തിയത്. ആ കുഞ്ഞിനിങ്ങനെ ഒരു ഇതുണ്ടായത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, അത് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇനി ഞങ്ങൾ എന്തിന് എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് കാഴ്ചപ്പാട്. അപ്പോൾ ഞങ്ങളുടെ മരണം വരെ ഇത് ഏത് അറ്റം വരെ കൊണ്ടുപോകാൻ സാധിക്കുമോ, ദൈവം എത്ര വരെ ഞങ്ങളെ നടത്തുമോ അത്ര വരെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതെ, അപ്പം ഇനിയൊരു വീട്ടിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടാവരുത്. ഇതുപോലെ ഈ അച്ഛൻ്റെ അമ്മയ്ക്കും അവർ ഈ നീതി കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 7 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കണം. ഒരുപാട് നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ വേണ്ടപ്പെട്ടവർക്കൊക്കെ തെളിവുകളും കാര്യങ്ങളും ഇവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാക്കാനുള്ള
ഒരു മനോഭാവത്തിൽ ഈ പോലീസുകാരെല്ലാം ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ പറയുന്ന ഈ തെളിവുകളും ഈ ആരോപിക്കപ്പെടുന്ന സ്ത്രീയെയും ഒന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മുതിരുന്നില്ല എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ മാതാപിതാക്കൾക്ക് സപ്പോർട്ട് കൊടുക്കണം. നാളെ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ്. നമ്മൾ ഇത് കാണുമ്പോൾ വേറെ ഒരു ന്യൂസ് ചാനലിൽ വേറെ ആരുടെയോ എവിടെയോ നടക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് നമ്മുടെ കുടുംബത്ത് എത്താനായി ഒരുപാട് അകലെയല്ല, എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വേദന അറിയുള്ളൂ. നഷ്ടമായത് അവർക്കാണ്. പക്ഷെ ഇത് നമുക്കും നാളെ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്യേണ്ടത്. ഈ പറയുന്ന പോലെ നമ്മുടെ ഈ മിഷേലിൻ്റെ മരണം അത് കൊലപാതകമാണ്. അതിലേക്ക് എത്തിച്ചത് ആരാണെങ്കിൽ അവ പ്രതികളെല്ലാം പിടികൂടണം. അതൊരിക്കലും ഒരു ആത്മഹത്യയല്ല, ഒരിക്കലും ഒരു ആത്മഹത്യയല്ല. മിഷേലിനെ അറിയുന്ന ആരും അത് പറയില്ല. ഇത്രയും തെളിവുകൾ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് അധികൃതർ നേരിട്ട് കണ്ണൊന്ന് തുറന്ന് സത്യസന്ധമായ അവർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു പ്ലഡ്ജൊക്കെ ഉണ്ട് അവർക്ക്. അതിലവർ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും പറയും പ്രവർത്തിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്ലഡ്ജൊക്കെ ചെയ്ത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ഇറച്ചിവെട്ടിനോ അല്ലെങ്കിൽ വല്ല അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും പണിക്ക് പോയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ പ്ലഡ്ജൊക്കെ ചെയ്ത് കയറി ആ ഒരു മറ്റേ കാക്കൊക്കെ ഇട്ടിരിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ഒരു ആത്മാർത്ഥമെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ സംഭവങ്ങളിൽ കാണിക്കണം. ആ മാതാപിതാക്കളോട് കുറച്ചെങ്കിലും ദയയിൽ പെരുമാറണം. അവരെ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് മരണശേഷം ഒരു കേസിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു 3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യിച്ചിട്ട് 3 ദിവസത്തിന് ശേഷമൊക്കെയാണ് കേസ് അന്വേഷിക്കാൻ പോലും പോലീസുകാർ വരണേന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് എത്രത്തോളം വലിച്ചു നീട്ടാൻ ആർക്കാണ് ഇത്ര ധൃതി എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും മിഷാലിൻ്റെ വീട്ടുകാർക്കും മിഷാലിൻ്റെ ആത്മാവിനും നീതി കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മീഡിയാസും അതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രതികരണമെല്ലാം ഉയർത്തണം. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കാൻ കഴിയട്ടെ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.